ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവർ വിരളമായിരിക്കും. അതുപോലെ തന്നെ എത്ര കിട്ടിയാലും തികയുന്നില്ല എന്ന് പരാതി പറയുന്നവരും കുറവല്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറണം എന്നുണ്ടെങ്കിൽ അതിൽ പണത്തിന് വലിയൊരു പങ്ക് തന്നെയുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ജ്യോതിഷപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, വാസ്തുശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, ഇതൊക്കെയും തന്നെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് കാരണമായി തീരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ നിസ്സാരമെന്ന് കരുതി അവഗണിക്കുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് പല പ്രതിസന്ധികളും ഉണ്ടാക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ പണം സൂക്ഷിക്കുന്ന പേഴ്സ് കൈകാര്യം ചെയ്യുന്ന രീതി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പണം സൂക്ഷിക്കുന്ന പേഴ്സിന്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ആദ്യം തന്നെ സാധനങ്ങൾ കുത്തി നിറയ്ക്കാനുള്ള വസ്തുവായിട്ട് പേഴ്സിനെ കാണാതിരിക്കുക. ആവശ്യമുള്ള പണം, കാർഡുകൾ എന്നിവ അടുക്കി വൃത്തിയാക്കി സൂക്ഷിക്കുക. പണം ഒരിക്കലും ചുരുട്ടിയും മടക്കിയുമൊന്നും പേഴ്സിനുള്ളിൽ വെക്കാൻ പാടില്ല. നോട്ടുകൾ നിവർത്തി വയ്ക്കാവുന്ന രീതിയിൽ ദീർഘചതുരാകൃതിയിലുള്ള പേഴ്സ് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ കീറിയതും സിബ് പോയതും ഒക്കെ ആയിട്ടുള്ള പേഴ്സുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതോടൊപ്പം തന്നെ പുതിയ പേഴ്സ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ളതിനേക്കാൾ വലിപ്പത്തിലുള്ളതോ അല്ലെങ്കിൽ അതേ വലിപ്പത്തിലുള്ളതോ ആയ പേഴ്സ് തന്നെ വാങ്ങിക്കണം. വാങ്ങിച്ച ഉടനെ തന്നെ ലക്ഷ്മി ദേവിയെ സ്മരിച്ചുകൊണ്ട് ₹1 നാണയം വെക്കണം. എല്ലായ്പ്പോഴും നമ്മുടെ പേഴ്സിനുള്ളിൽ ഒരു നാണയമെങ്കിലും കരുതാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വീടിന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു തുളസിയില പേഴ്സിൽ സൂക്ഷിക്കുന്നത് യാത്രാ തടസ്സം നീങ്ങാനും സാമ്പത്തിക നഷ്ടം ഉണ്ടാവാതെ ഇരിക്കാനും ഉത്തമമാണെന്നാണ് വിശ്വാസം. ഇനി നമ്മൾ പേഴ്സിൽ സൂക്ഷിക്കുന്ന തുളസിയില ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് അലക്ഷ്യമായിട്ട് വലിച്ചെറിയാൻ പാടില്ല. സ്ത്രീകള് ഒട്ടുമിക്ക ആൾക്കാരും കണ്ണാടിയുള്ള പേഴ്സുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. കണ്ണാടിയുള്ള പേഴ്സ് ഉപയോഗിക്കുന്നത് പണം ഇരട്ടിപ്പിക്കും എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ പേഴ്സ് സൂക്ഷിക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരിടം തന്നെ കരുതണം. അത് ഷെൽഫോ മേശയോ അലമാരയോ ഏത് തന്നെയാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം അതിന് നൽകണം. അലക്ഷ്യമായിട്ട് കട്ടിലിലോ ഊണുമേശയിലോ ഒന്നും വലിച്ചെറിയാൻ പാടുള്ളതല്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ പേഴ്സ് വാങ്ങിക്കുന്ന സമയത്ത്, പുതിയതായിട്ട് പേഴ്സ് വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ നിറത്തിനും കൂടി ഒരല്പം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. എല്ലാ ഊർജത്തെയും ആഗിരണം ചെയ്യാൻ കഴിവുള്ള കറുപ്പ് പണത്തെ ആകർഷിക്കാനും സഹായിക്കും. മഞ്ഞ, പിങ്ക്, ബ്രൗൺ എന്നീ നിറങ്ങളിലുള്ളവയിലും ധനം സൂക്ഷിക്കാവുന്നതാണ്. എന്നാൽ ചുവപ്പ്, നീല നിറങ്ങളിലുള്ളവ ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. എല്ലാത്തിലും ഉപരി കഴിയുന്നതും ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ പണം കടം കൊടുക്കുവാനോ കടം വാങ്ങുവാനോ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. കഴിവതും നമ്മുടെ പേഴ്സ് മറ്റൊരാളെ ഏൽപ്പിക്കാതിരിക്കുക. ഇനി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതും നിർബന്ധമായിട്ടും മാറ്റണം. ലക്ഷ്മി ദേവിയെ സൂക്ഷിക്കുന്ന ഇടമാണ് നമ്മുടെ പേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഒരു പ്രധാന കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ പേഴ്സ് ഒരു കാരണവശാലും കാലിയാക്കി ഇടാൻ പാടുള്ളതല്ല. അതിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടെ ചില്ലറയെങ്കിലും അതിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കണം. അപ്പോൾ എല്ലാവരും അവരവരുടെ പേഴ്സിൻ്റെ കാര്യത്തിലും കൂടെ ഒരു ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ സാമ്പത്തിക നിലയും മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.